ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള അയ്യപ്പൻകോവിൽ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ഇത് ബന്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ ഭേദങ്ങൾക്കൊപ്പം വ്യത്യസ്ത സൗന്ദര്യം കൈവരുന്നു എന്നതിനാൽ അയ്യപ്പൻകോവിൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മാട്ടുക്കട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. സ്വരാജിൽ നിന്നും ആദിവാസി രാജാവിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള കോഴിമല സ്കൂൾ കവലയിൽ നിന്നും വെള്ളിലാം കണ്ടത്തുനിന്നും അയ്യപ്പൻകോവിലേക്ക് വഴിയുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2012 തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 200 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയുമുള്ള ഈ പാലത്തിന്റെ അത്രയും നീളമേറിയ തൂക്കുപാലങ്ങൾ ചുരുക്കമാണ് എന്നതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരേ സമയം 40-ലധികം ആളുകൾ പാലത്തിൽ കയറരുതെന്നാണ് നിർദ്ദേശമുള്ളത്. പാലത്തിന് സമീപത്തു നിന്നും ഇടത്തേക്കുള്ള വഴിയെ 200 മീറ്റർ സഞ്ചരിച്ചാൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്താം. നമുക്ക് ഈ പാലത്തിലൂടെ അങ്ങേയറ്റം വരെ ഒന്ന് പോയി വരാം. ഇരുകരകളിലുമായി നിൽക്കുന്ന വലിയ കോൺക്രീറ്റ് തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ 4 ഉരുക്ക് വടങ്ങളിൽ തൂങ്ങി നിൽക്കുകയാണ് പാലം. വർഷകാലത്ത് മുല്ലപ്പെരിയാറിലെ ഉൾപ്പെടെയുള്ള ജലം വൻതോതിൽ കുത്തൊഴുക്കായി ഇതിന് സമീപമുള്ള പെരിയാറ്റിലൂടെ ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകിപ്പോകുന്നു. ഡാമിന്റെ സംഭരണശേഷി നിറയുന്നതനുസരിച്ച് വെള്ളം തിരികെ ഈ ഭാഗങ്ങളിലേക്ക് കയറി വരും. അവ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതോടെ വലിയ ഉയരത്തിൽ തൂക്കുപാലത്തിന് തൊട്ടു താഴെ വരെ ജലനിരപ്പ് ഉയരും. പിന്നീട് മറുകര എത്താനുള്ള ഏക മാർഗം ഈ തൂക്കുപാലം മാത്രമാകും. ഈ പ്രദേശമാകെ കണ്ണെത്താ ദൂരത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നതിന് മുകളിലൂടെയുള്ള തൂക്കുപാലം യാത്രയുടെ ദൃശ്യഭംഗി അത്രയേറെ മനോഹരവും ചിലർക്കത് അല്പം ഭീതിജനകവുമാണ്. കാലവർഷം കഴിയുമ്പോൾ ഏകദേശം നവംബർ മാസത്തോടെ വെള്ളം തിരിച്ചിറങ്ങി പോവുകയും ചെയ്യും. ഇനി വേനൽക്കാലത്താകട്ടെ കാഴ്ച ഒന്നാകെ മാറുകയായി. നമ്മൾ മറുകരയിലെത്തി. ഇതാണ് ഉരുക്കുവടങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന സംവിധാനം. കാലക്രമേണ പാലം തുടിഞ്ഞു വന്നാൽ വടം മുറുക്കി പാലം സ്റ്റഡിയാക്കാം. ധാരാളം സന്ദർശകരാണ് ദിനം പ്രതി എത്തുന്നത്. ചിലരവിടെ പാലം കുലുക്കുകയാണ്. കുലുക്കിയാൽ പാലം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുവാൻ പാടില്ലാത്തതാണ്. പുരാതന അയ്യപ്പൻ കോവിലിന്റെ പ്രധാന ഭാഗം ഇവിടമായിരുന്നു. ദൂരെ വലതുവശത്ത് കാണുന്ന ചെറിയ പാലം പേട്ടപ്പാലം എന്ന് അറിയപ്പെട്ടിരുന്നു. അതിനു സമീപം അക്കാലത്തെ ഒരു വലിയ തുണിപ്പീടിക പ്രവർത്തിച്ചിരുന്നു. പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ്, റവന്യൂ ക്വാർട്ടേഴ്സ്, പോലീസ് ക്വാർട്ടേഴ്സ്, ശാന്തിവിലാസം ഹോസ്പിറ്റൽ, പലവ്യഞ്ജനക്കടകൾ, ചായപ്പീടികകൾ തുടങ്ങി എല്ലാവിധ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. 960കളിൽ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ അയ്യപ്പൻ കോവിൽ. രണ്ട് വ്യത്യസ്ത കാലങ്ങളിലെടുത്ത വീഡിയോകളാണിത്. ഇത് രണ്ടും ഒരേ വഴി തന്നെയാണ്. വേനൽക്കാലം തുടങ്ങുമ്പോൾ ഇങ്ങനെയിരിക്കും. അതേ സ്ഥലം തന്നെ വെള്ളം കുറഞ്ഞ് പിന്നീട് വേനൽ മഴ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയായി മാറും.
അക്കരെ ഇക്കരെ കടക്കുവാനുള്ള മുളം ചങ്ങാടമാണ് അവിടെ കയറിൽ കെട്ടിയിട്ടിരിക്കുന്നത്. വെള്ളം വറ്റുമ്പോൾ ചെങ്ങാടം പാലമായും ഇവിടെ ഉപയോഗിക്കും. അതിലൊന്ന് കയറിയേക്കാം. ഈ ഭാഗത്താണ് പണ്ട് അയ്യപ്പൻ കോവിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. ഇവിടെ വരെയേ ബസ് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. 1963 ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി സർവേ നടത്തിയപ്പോൾ അയ്യപ്പൻ കോവിൽ ജലാശയമായി മാറേണ്ട ഭാഗത്തായി. അയ്യപ്പൻ കോവിൽ, വെള്ളിലാംകണ്ടം, മടുക്ക എന്നീ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകി കുടിയൊഴിപ്പിച്ചു. 76 ഇടുക്കി ഡാമിന്റെ പണി പൂർത്തിയായപ്പോൾ അയ്യപ്പൻ കോവിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. അക്കാലത്ത് ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ചന്തയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തൂക്കുപാലത്തിന് സമീപമുള്ള പേട്ടപ്പാലത്തിന്റെ 2 സീസണുകളിലെ കാഴ്ചയാണിത്. വെള്ളമിറങ്ങിയുണ്ടായ ചതുപ്പാണ്. വേനലിൽ വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതേ സ്ഥലത്ത് അടുത്ത സീസണിൽ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ്. ചിത്രശലഭങ്ങളുടെ വലിയ കൂട്ടങ്ങൾ പല സ്ഥലത്തായി സമ്മേളിച്ചിരിക്കുന്നു. പച്ചപ്പാപ്പാത്തികളാണ്. ആനിമേഷൻ പോലെ തോന്നും. ഈ പ്രദേശം ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തൊരു കാൽപ്പനികത നിറഞ്ഞ സ്ഥലമാണെന്ന് നോക്കൂ. ഈ മുളം ചങ്ങാടുമൊക്കെ പിന്നീട് പാലമായി ഉപയോഗിക്കാനുള്ളതാണ്. പാലത്തിലൂടെ സഞ്ചാരികളൊക്കെ നീങ്ങുന്നു. ഒരമ്മ കുട്ടികളെ ഷൂട്ടിംഗ് പിടിച്ചു വരുന്നുണ്ട്. ഒരേ സ്ഥലത്തിന്റെ വ്യത്യസ്ത കാഴ്ചകൾ. കാണുന്ന നേരം ഏൽക്കമെന്നുള്ളിൽ വളരുന്ന സ്നേഹം അതുമല്ല എന്നോട് മുലകളും ചുരന്നു വരുന്നു തന്റെ പാട്ടുകളെടുപ്പാൻ ഭാവിക്കുന്നു എന്നിവ വൈദർഭീകരിച്ചു വാഴും നേരം നന്ദനെന്താനും ചെന്നുകളിലും ഉണ്ടാകുന്നു. ഇതാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ പ്രദേശത്തെ കാഴ്ചകൾ അയ്യപ്പൻ കോവിൽ 2ാം എപ്പിസോഡിൽ കാണാം.